ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസ് മുൻ ജീവനക്കാരൻ പി. അക്ഷയുടെ ഒരു വെളിപ്പെടുത്തൽ. പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസാണ് പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയത്. അക്ഷയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 17 ചാക്കുകളിലാക്കി 25 കോടി രൂപ ഓഫീസിൽ നേതാക്കൾ എത്തിച്ചു എന്നാണ് ആരോപണം. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ലേബി. ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു. ഇതിൽ പ്രാഥമിക അന്വേഷണം എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ അക്ഷയെ പുറത്താക്കിയതിനുള്ള പ്രതികാര നടപടി എന്നുള്ളതാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ എപ്പോൾ രേഖപ്പെടുത്തും? ഗുഡ് മോർണിംഗ് സുധി ഷിഹാസ്. വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് വെറുതെ ഒരു ആരോപണമല്ല. 17 ചാക്കുകളിലായി 26 കോടി രൂപ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു എന്നുള്ളതാണ്. ആ ആരോപണം നടത്തിയിരിക്കുന്നതാകട്ടെ ഓഫീസിന്റെ മുൻ ഓഫീസ് സെക്രട്ടറി മാത്രമല്ല, യുവമോർച്ചയുടെ മുൻ നേതാവ് കൂടിയാണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന അക്ഷയ്. ഈ അക്ഷയ് പറയുന്ന പരാതി പ്രകാരമാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്താനൊരുങ്ങുന്നത്. അക്ഷയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നു. ഏതായാലും ഓർക്കേണ്ട കാര്യം ഇതാണ്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിരോധത്തിലാകുന്ന ഒരു ആരോപണം തന്നെയാണ്. വളരെ ഗുരുതരമായ ആരോപണം ആണ് ഇത് എന്നുന്നയിച്ചുകൊണ്ട് ഗുരുതരമായ ആരോപണത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും അവിടെ CPM-ഉം രംഗത്ത് വന്നു കഴിഞ്ഞു. ഏതായാലും പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് അക്ഷയെ പുറത്താക്കിയിരുന്നു. അക്ഷയെ പുറത്താക്കിയതിന് കാരണമായി പാർട്ടിയിലെ നേതാക്കൾ പറയുന്നത് അക്ഷയുടെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പുറത്താക്കിയെന്നാണ്. എന്നാൽ അക്ഷയ് പറയുന്നത് ഇത്തരത്തിൽ തനിക്കെതിരെ പ്രതികാര നടപടിയെടുത്തത് താൻ ഈ സംഭവം പുറത്തുവിട്ടതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഓഫീസിലേക്ക് ഇത് കൊണ്ടുവന്നത് ഉപാധ്യക്ഷൻ അനീഷിന്റെ അറിവോടുകൂടിയാണ്. അനീഷ് മാത്രമല്ല, മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ അറിവോടുകൂടിയാണ്. അതുമാത്രമല്ല, പണം ഇങ്ങോട്ട് എത്തിച്ച സമയത്ത് CCTV ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. തൻ്റെ കയ്യിൽ ഇതിൻ്റെയൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അക്ഷയ് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ വളരെ ഗൗരവമായ സ്വഭാവമുണ്ട്. ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ് എന്നുന്നയിച്ചുകൊണ്ട് ഇപ്പോൾ CPM-ഉം കോൺഗ്രസും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും പ്രാഥമിക അന്വേഷണം തുടങ്ങി മൊഴിയടക്കം എടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.